ഇന്ത്യയുടെ മിസൈൽ ആയുധപ്പുരയിൽ അഗ്നി, പൃഥ്വി, ആകാശ്, പ്രളയ്, ബ്രഹ്മോസ്, നാഗ്, തൃശൂൽ തുടങ്ങിയ മാരകമായ മിസൈലുകളുണ്ട്. ഒരു ബട്ടൺ അമർത്തിയാൽ ശത്രുവിനെ തുടച്ചു നീക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും. എന്നാൽ ഈ മിസൈലുകൾക്ക് എങ്ങനെയാണ് പേരിടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് എന്തെങ്കിലും പ്രത്യേക നിയമമുണ്ടോ? നമുക്കത് കണ്ടെത്താം. ഇന്ത്യയിലെ മിക്ക മിസൈലുകൾക്കും പഞ്ചഭൂതങ്ങളുടെയോ പുരാണ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ആയുധങ്ങളുടെയോ പേരാണ് നൽകിയിരിക്കുന്നത്. രാമായണം, മഹാഭാരതം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഒരിടത്തു നിന്ന് തൊടുത്തുവിട്ടാൽ വളരെ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യത്തെ നശിപ്പിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. മിസൈലുകളും അത്തരം ഭാവനയുടെ ഫലമാണ്. ആധുനിക ലോകത്ത് മിസൈലുകളുടെ തുടക്കം ജർമ്മനിയിലെ ഗൈഡഡ് മിസൈലുകളായ V1, V2 എന്നിവയിൽ നിന്നാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിനുശേഷം ലോകത്തെമ്പാടും നിരവധി തരം മിസൈലുകൾ വികസിപ്പിച്ചെടുത്തു. ഇന്ത്യയിലെ മിസൈൽ ശാസ്ത്രജ്ഞർ ശക്തമായ മിസൈലുകൾ വികസിപ്പിച്ചപ്പോൾ അവയ്ക്ക് പുരാണങ്ങളിൽ പരാമർശമുള്ള പേരുകൾ നൽകി. ഈ പാരമ്പര്യം ഇന്നും തുടരുന്നു. എന്നിരുന്നാലും നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മിസൈലുകൾക്ക് പേരിടുന്നതിന് പ്രത്യേക നിയമങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മിസൈലുകളുടെ പേരുകൾ രാജ്യങ്ങളുടെ സാംസ്കാരിക ചിഹ്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, റഷ്യയുമായി സഹകരിച്ച് ഇന്ത്യ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലിന് ഇന്ത്യയുടെ ബ്രഹ്മപുത്രയുടെയും റഷ്യയുടെ മോസ്കോ നദിയുടെയും പേരാണ് നൽകിയിരിക്കുന്നത്. മിസൈലുകൾ വികസിപ്പിക്കുന്ന ശാസ്ത്രജ്ഞർ അവയ്ക്ക് പേരിടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ചിലപ്പോൾ മിസൈലിന് അതിലുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. മിസൈലുകൾക്ക് അവയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയും പേരിടാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു ഉപരിതല മിസൈലിന് പൃഥ്വി എന്നും ഒരു ഉപരിതല ആകാശ മിസൈലിന് ആകാശ് എന്നും പേരിട്ടിട്ടുണ്ട്. ചിലപ്പോൾ മിസൈലിന് അതിൻ്റെ വികസനത്തിന് മുമ്പ് പേര് നൽകാറുണ്ട്. ചിലപ്പോൾ മിസൈലിന് അതിൻ്റെ വികസനത്തിൻ്റെ പേരിലാണ് പേര് നൽകുന്നത്. ഏതൊരു പദ്ധതിയുടെയും ഡയറക്ടർ സ്വന്തം ധാരണ അനുസരിച്ച് ചില കൃത്യമായ പേരുകൾ നിർദ്ദേശിക്കുന്നു. തുടർന്ന് ഈ നിർദ്ദേശം ചീഫ് കൺട്രോളറുടെ അടുത്തേക്ക് പോവുകയും പേര് തീരുമാനിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും രാജ്യത്തെ പ്രമുഖ നേതാക്കളും ആയുധങ്ങൾക്ക് പേരിടാറുണ്ട്. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനത്തിന് 2003 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് തേജസ് എന്ന പേരിട്ടത്. സംസ്കൃതത്തിൽ തേജസ് എന്നാൽ തിളക്കം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഉപരിതല വായു മിസൈലുകൾ എന്നിവയുടെ ശേഖരമുണ്ട്. അഗ്നി പരമ്പര ഇന്ത്യയുടെ പ്രധാന ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നാണ്. ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. നാഗ് മിസൈൽ 3ാം തലമുറ ടാങ്ക് വിരുദ്ധ മിസൈലാണ്.